ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലേവ്യ പുസ്തകം 29 അധ്യായം അതിൻ്റെ 31 വാക്യത്തിൽ വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ. പിശാചുക്കളെ ഉപയോഗിച്ച് കർമ്മം ചെയ്യുക, എതിർപ്രാർത്ഥന നടത്തുക, വെളിച്ചപ്പാടിനെ അയച്ച് ഉപദ്രവിക്കുക, ഇങ്ങനെ പല തലത്തിലും മനുഷ്യർക്ക് എതിരെ നശീകരണം നടത്തി വരുന്നുണ്ട്. കൂടുതലും നിസാര കാര്യങ്ങൾക്ക് എതിരെ പിശാചിനെ അയക്കും. മറ്റു മതങ്ങളിലുള്ളതുപോലെ ക്രിസ്തു മതത്തിലുമുണ്ട്. കള്ളപ്രവാചകന്മാരാണ് കൂടുതലും. യേശുവിൻ്റെ പേര് പറഞ്ഞ് അത്ഭുതങ്ങൾ കാട്ടി പിശാചിനെ കൊണ്ട് നടത്തി ജനങ്ങളെ ആകർഷിച്ച് വലിയ ജനസമൂഹത്തെ ഇവരുടെ കീഴിലാക്കുന്നു. ഇവരുടെ കൂട്ടത്തിൽ നിന്നും സത്യം മനസ്സിലാക്കി വിട്ടുപോയവരെ പിശാചിനെ ഉപയോഗിച്ച് ഉപദ്രവിച്ച് തകർത്തു കളയുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു പ്രധാന മലയാള പിശാചിനെ കുറിച്ച് കാത്തലിക് സുവിശേഷകൻ റോൺസ് മാസ്റ്റർ പറയുന്നത് കേൾക്കുക. ആത്മരക്ഷയെ പ്രതി തീക്ഷ്ണതയുള്ളവൻ തെറ്റും ശരിയും വേർതിരിച്ച് കണ്ട് ചെന്നായ ഏതാണ് കുഞ്ഞാട് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവനത് പറഞ്ഞിരിക്കണം. കാൽവരിയിലെ കൊലവിളിയും ആ കുഞ്ഞാടിൻ്റെ നിലവിളിയും വേർതിരിച്ച് കാണാൻ കഴിയണം. കൊലവിളി, നിലവിളി. ഇന്നത്തെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കിടയിൽ കാൽവരിയിലെ കൊലവിളിയും കുഞ്ഞാടിൻ്റെ നിലവിളിയും എന്ന 2 രീതിയിൽ പ്രസംഗങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ കൊലവിളി സുവിശേഷങ്ങൾ തിരിച്ചറിഞ്ഞ് പാടെ ഉപേക്ഷിക്കണം. പറയാത്ത ശുശ്രൂഷ, ആരുടെയും കുറ്റം പറയാത്തൊരു പ്രസംഗം, അതല്ലേ നല്ല പ്രസംഗം? പരിശുദ്ധാത്മാവുള്ളവർക്ക് ആരുടെയെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെതല്ല. മാനുഷികമായി പറയുന്ന വെറുപ്പും വിദ്വേഷവും മൂലം പറയുന്ന പരദൂഷണമാണ്. അത് കേൾക്കരുത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്, അല്ലേ? എന്നാൽ അങ്ങനെ അല്ല. മുല്ലക്കര സാറ് ഒത്തിരിയേറെ രോഗശാന്തി കൊടുത്ത് കത്തോലിക്ക പള്ളികളിൽ ഒത്തിരിയേറെ പ്രസംഗിച്ച് വളരെ താരമായിരുന്ന സമയത്ത് ആരും അദ്ദേഹത്തെ എതിർത്തിരുന്നില്ല. ചില അച്ഛന്മാരും ചിലരും പറയും അത് ശരിയല്ല, ഇത് ശരിയല്ല, മാധവനെതിരെ പറഞ്ഞു, കൊന്തയ്ക്കെതിരെ പറഞ്ഞു, സഭയ്ക്കെതിരെ പറഞ്ഞു എന്നൊക്കെ പിറുപിറുക്കും. ആരും അതിനെതിരെ ഒന്നും നിലപാടെടുക്കാൻ തയ്യാറല്ല. അയാൾ ദൈവശക്തിയല്ലേ, അയാളുമായി ഏറ്റുമുട്ടാൻ പറ്റുമോ? ദൈവശക്തിയല്ലേ അയാളിൽ പ്രവർത്തിക്കുന്നത്, അത്ഭുതങ്ങളല്ലേ കാണുന്നത്, അപ്പോൾ നമുക്കെങ്ങനെ എതിർക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു പല അച്ഛന്മാരോടും. അദ്ദേഹത്തെ ദൈവശക്തി അല്ല പ്രവർത്തിക്കുന്നത്. ഏറ്റുമുട്ടണം, നിങ്ങൾ ദൈവശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് ഏറ്റുമുട്ടണം, തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. ആരും തയ്യാറായില്ല. ഒടുവിൽ ഞാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ പല ക്ലാസ്സുകളും കേൾക്കാൻ പലയിടത്തും പോയി. അത് കേട്ട് റെക്കോർഡ് ചെയ്തു. അതെല്ലാം പകർത്തി ഞാൻ നോട്ട് തയ്യാറാക്കി. സഭയ്ക്കെതിരെ പറഞ്ഞത്, മാതാവിനെതിരെ പറഞ്ഞത്, കൊന്തയ്ക്കെതിരെ പറഞ്ഞത്, മാർപ്പാപ്പയ്ക്കെതിരെ പറഞ്ഞത്, വിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യകാരുണ്യത്തിന് എതിരെ പറഞ്ഞത് ഉൾപ്പെടെ എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. അയാൾ ധ്യാനം കൊടുത്ത പള്ളിയിൽ ഞാൻ പോയി അതിനെതിരെ പ്രസംഗിച്ചു. അതിനുശേഷം ഞാൻ രൂപതയിൽ അക്കമിട്ട് പോയിൻറ്റ്സുകൾ നിരത്തി പരാതി കൊടുത്തു. രൂപതയിൽ നിന്ന് പരാതി വായിച്ചിട്ട് അദ്ദേഹത്തെ സഭ വിലക്കി, ആ ധ്യാനം വിലക്കി. അങ്ങനെ ധ്യാനം വിലക്കിയിട്ട് 2-3 മാസം അയാൾ ഡിവൈനിലൊക്കെ ബൈബിൾ പഠിക്കാനൊക്കെ അന്നും പറഞ്ഞു വന്ന് അവിടെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. ധ്യാനങ്ങൾക്ക് വിലക്ക് വന്നതോടെ പുറത്ത് ചാടി. അയാൾ പുറത്ത് ചാടാൻ കാരണം എന്താ? ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അയാൾ പറഞ്ഞ ഈ തെറ്റുകളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കും, സ്ഥിരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ. അതുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നത് പറയരുത്. കുറ്റം പറയൽ ദൈവത്തിനു വേണ്ടിയാണ് കുറ്റക്കാരെ കുറ്റപ്പെടുത്തുന്നത്. ദൈവം തീരുമാനിക്കട്ടെ എന്ന് പറയരുത്. ആത്മരക്ഷയെ പ്രതി തീക്ഷ്ണതയുള്ളവൻ തെറ്റും ശരിയും വേർതിരിച്ച് കണ്ട് ചെന്നായ ഏതാണ് കുഞ്ഞാട് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവനത് പറഞ്ഞിരിക്കണം. കർത്താവിനെതിരെയുള്ള കാൽവരിയിലെ കൊലവിളിയും ആ കുഞ്ഞാടിൻ്റെ നിലവിളിയും വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയണം.
കൊലവിളി, നിലവിളി. ഇന്നത്തെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കിടയിൽ യേശുവിനെതിരെയുള്ള കാൽവരിയിലെ കൊലവിളിയും കുരിശിലെ യേശുവിൻ്റെ നിലവിളിയും എന്ന രണ്ട് രീതിയിൽ പ്രസംഗങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ കൊലവിളി സുവിശേഷങ്ങൾ തിരിച്ചറിഞ്ഞ് പാടെ ഉപേക്ഷിക്കണം. മുല്ലക്കര ദേവസ്യയുടെ ശുശ്രൂഷ ദൈവശക്തി അല്ലെന്ന് റോൺസ് മാസ്റ്റർ പറഞ്ഞത് കേട്ടല്ലോ. പറഞ്ഞ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുള്ളതല്ല, അത് അവരുടേതായ കാര്യങ്ങളാണ്. റോൺസ് മാസ്റ്റർ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പേയുള്ള ശുശ്രൂഷയെക്കുറിച്ചാണ്. അപ്പം ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ശക്തി അല്ല എന്ന് റോൺസ് മാസ്റ്റർ പറഞ്ഞത് ഹല്ലേലൂയ 100% ശരി തന്നെയാണ്. ദൈവശക്തി അല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ്റെ ശക്തി തന്നെയാണ്. സാത്താൻ്റെ സഭയാണെന്ന് ദൈവം തിരിച്ചറിവ് ജനത്തിന് നൽകിയാൽ ഹല്ലേലൂയ, പിന്നെ ജനം അവിടെ നിൽക്കത്തില്ല, അത് വിട്ടു മാറിപ്പോകും. മുല്ലക്കര ദേവസ്യയുടെ ശിഷ്യൻ പറയുന്നത് കേട്ടു നോക്കാം. ഈ വീഡിയോ കാണുക. നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ നമുക്കെതിരായി വാക്കുകൾ ഉതിർക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ ഒരു കാരണവും അറിയാതെ ഞാൻ കുവൈറ്റിലെ മീറ്റിംഗിൽ ഇങ്ങനെ പറയാനായിട്ടിടയായി. 2016 തിരുവനന്തപുരം സഭ വിട്ടുപോയ ഒരു മനുഷ്യൻ, നിങ്ങളിൽ അനേകർക്കറിയും, നിങ്ങളിൽ അനേകർക്ക് അദ്ദേഹം തന്റെ ഉള്ളിലെ വാക്കുകളൊക്കെ കത്തുകളായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഈ 5 കൊല്ലമായി പോയിട്ട് ഈ 5 വർഷമായിട്ടും എന്തിനാ പോയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാ പോയെന്ന് അദ്ദേഹം ഓരോ പ്രാവശ്യവും വീഡിയോ ചെയ്ത് അയച്ചു തരും. കുറ്റങ്ങളും ചീത്തകളും പറഞ്ഞ്, ഭീഷണികളും പറഞ്ഞ് കത്തുകൾ എഴുതി അയച്ചു തരുവാനായിട്ട്. കേട്ടല്ലോ, ഇദ്ദേഹം കണ്ണൂർ പുളിങ്ങോം പ്രദേശക്കാരനാണ്. തിരുവനന്തപുരം പരുത്തിപ്പാറ ഗ്രേസ് മിനി ഹാളിൽ ശുശ്രൂഷ നടത്തി വരുന്നു. മുല്ലക്കരയുടെയും ജോർജ് തോമസ് കുടിപ്പാറയുടെയും അത്ഭുത വേലത്തരം മനസ്സിലാക്കി കൂടെ നിന്നവർ ഇവരെ എതിർക്കുവാൻ തുടങ്ങി. വെള്ളറട, പാറശാല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, വട്ടപ്പാറ, പൂവാർ, കാഞ്ഞിരംകുളം, പിന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും നിരവധി കുടുംബങ്ങൾ ഇവരെ ശപിച്ചിട്ടാണ് സഭ വിട്ട് പോയത്. മുല്ലക്കരയുടെ കൂടെയുള്ള ഇടയന്മാർ സഭ വിട്ട് പോയത് എന്തിന്? ഇതിന് മറുപടി ആദ്യം പറയുക. ഹല്ലേലൂയ. എന്നിട്ട് വേണം ഒരു വ്യക്തി സഭ വിട്ടു പോയ കാര്യത്തെക്കുറിച്ച് ഇത്ര വലിയ ഹല്ലേലൂയ പൊങ്ങച്ചത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? ഇത് കുവൈറ്റിൽ പോയി പറയേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്തിന് പോയെന്ന് നിന്നോട് പറഞ്ഞിട്ട് ആരെങ്കിലും പോകുമോ? ഇത് പിശാചിൻ്റെ സഭയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് പോകുമോ? ഹല്ലേലൂയ. സാത്താൻ സഭ വിട്ടുപോകുന്നവർ ഇത് സാത്താനെ കൊണ്ടാണ് അത്ഭുതങ്ങൾ കാണിക്കുന്നതെന്ന് ആരെങ്കിലും പരസ്യമായി പറഞ്ഞിട്ട് പോകുമോ? മുല്ലക്കര ചർച്ച് ഓഫ് ഇറ്റേണിറ്റി ആത്മാഭിഷേകം വിട്ടവർ ഇപ്പോഴും സാത്താൻ സഭക്കാരന്മാരെ പരസ്യമായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോഴും ധാരാളം പേർ ഹല്ലേലൂയ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവന്മാരെ കുറിച്ച്. ഇവന്മാർ കള്ളമേ പറയൂ. വിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന പരിപാടിയാണ് കൂടുതലും. ഈ സാത്താന്മാരുടെ കുഴിയിൽ വീണ് കുറേ കുടുംബങ്ങൾ ഇതുവരെയും രക്ഷപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെ ഹല്ലേലൂയ അവർ രക്ഷപ്പെട്ടില്ല. നശിച്ചു പോയവരും ഉണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ ചിലരെ ഹല്ലേലൂയ പിശാചിനെ അയച്ച്
തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ദുഷ്ടന്റെ ഭുജത്തെ ഒടിക്കണമേ എന്ന വീഡിയോ ഞാൻ ഇട്ട ശേഷം എനിക്കെതിരെ ഒരു സ്ത്രീയെ യുവമാർ ചേർന്ന് എന്നെ ഫോണിൽ വിളിപ്പിച്ചു. 3 തവണ വിളിപ്പിച്ചു. വിളി പാഴായിപ്പോയി. അതാരാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ട്രൂ കോളറിൽ പേരെഴുതി കാണിക്കും. ഹല്ലേലൂയ. ഞാൻ എടുത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങളിൽ, എന്നാൽ ശീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിച്ചു പോന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. ഈ വീഡിയോ കാണുക. അയാൾ ദൈവശക്തിയല്ലേ? അയാളുമായി ഏറ്റുമുട്ടാൻ പറ്റുമോ? ദൈവശക്തിയല്ലേ അയാളിൽ പ്രവർത്തിക്കുന്നത്? അത്ഭുതങ്ങളല്ലേ കാണുന്നത്? അപ്പോൾ നമുക്കെങ്ങനെ എതിർക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു പല അച്ഛന്മാരോടും. അദ്ദേഹത്തെ ദൈവശക്തി അല്ല പ്രവർത്തിക്കുന്നത്. ഏറ്റുമുട്ടണം. നിങ്ങൾ ദൈവശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് ഏറ്റുമുട്ടണം, തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. സുവിശേഷകൻ റോൺസ് മാസ്റ്റർ പറഞ്ഞത് 100% ശരിയാണ്. വായിച്ചു കേട്ട ദൈവവചനപ്രകാരം ഫിലിപ്പോസ് ശമരിയയിൽ ചെല്ലുന്നതിന് മുമ്പേ ശീമോൻ തൻ്റെ മന്ത്രവാദ ശക്തി കൊണ്ട് മഹതി എന്ന ദൈവശക്തി പറഞ്ഞ് ജനത്തെ വിശ്വസിപ്പിച്ചു. അത്ഭുതങ്ങൾ കാട്ടി. പത്രോസും യോഹന്നാനും ജനത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഹല്ലേലൂയ. ഇത് കണ്ടിട്ട് ശീമോൻ ഹല്ലേലൂയ അവർക്ക് കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. മുല്ലക്കര എന്ന കള്ളപ്രവാചകന്റെ തനി സ്വഭാവം പുറത്തായത് ശീമോന്റെ തട്ടിപ്പും ഈ വചനത്തോട് യോജിച്ചതല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ദേവസ്യ മുല്ലക്കര കൂട്ടരുടെ തട്ടിപ്പ് സംഘത്തെ ഹല്ലേലൂയ തകർക്കണം. ജോർജ് കുടിപ്പാറെ ഒരാളല്ല. ഹല്ലേലൂയ. ജനങ്ങൾ മാറിപ്പോയത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? മുല്ലക്കര സഭയിൽ നിന്നും മാറിപ്പോയ ഇടയന്മാർ മുല്ലക്കരയെ പേടിച്ച് മിണ്ടാതെ ഭയന്ന് ജീവിക്കുകയാണ്. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പിന്നെ പിശാചിനെ അയച്ച് തകർത്ത് കളയുമെന്ന് അവർക്ക് അറിയാം. ഹല്ലേലൂയ. ഇയാൾ പിശാചിനെ അയച്ച് ഹല്ലേലൂയ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായാൽ ഉടൻ പറയും, ഞങ്ങളെ എതിർത്ത് ഹല്ലേലൂയ പ്രസംഗിച്ചതിന്, വീഡിയോ ചെയ്തതിന്, ഞങ്ങൾക്ക് എതിരെ പറഞ്ഞു നടന്നതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന്. ഹല്ലേലൂയ. ഇവരിങ്ങനെ പറഞ്ഞു നടക്കും. ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന് പ്രസംഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇവന്മാർ ആത്മീയ കാര്യങ്ങളും ശുശ്രൂഷകളും യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ വാണിഭമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാലന് പ്രിയം കാലുകൾ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 21-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിന്റെ വലതു കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, നമ്മുടെ കർത്താവ് നമ്മുടെ ശത്രുക്കളെ കണ്ടെത്തിപ്പിടിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, പിശാചിൻ്റെ തന്ത്രങ്ങൾ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. കരിയം വെണ്ടർ കുടുംബം ഹല്ലേലൂയ മുല്ലക്കരയുടെ അത്ഭുതം കണ്ട് ചാടി വീണ്
തിരുവനന്തപുരം കൂട്ടായ്മയിൽ പെട്ടു. ഹല്ലേലൂയ. പാവം വെണ്ടർ ഹല്ലേലൂയ മകന് ഇടയൻ്റെ മകളെ ഹല്ലേലൂയ കല്യാണം കഴിക്കാൻ ചോദിച്ചതിന് ഹല്ലേലൂയ പാവം ആ വെണ്ടർ ഒരു അറിവില്ലായ്മ ചെയ്തു. ഹല്ലേലൂയ. ഈ വയസ്സായ ഈ വെണ്ടറിനെ ഹല്ലേലൂയ അതിനുശേഷം ഹല്ലേലൂയ സഭയ്ക്കകത്തിട്ട് കുത്തി തുളച്ച് പ്രസംഗിച്ച് തകർത്തു. അങ്ങനെ പാവം ഹല്ലേലൂയ ഇടർച്ചയിൽപ്പെട്ട് സഭയിൽ നിന്നും മാറിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് വെണ്ടറുടെ കാലിൽ ഒരു ചെറിയ ആണി പൊത്തു കയറി. ഹല്ലേലൂയ. അല്പ ഷുഗർ ഉണ്ട്. ആശുപത്രിയിലായി. ഇത് അറിഞ്ഞ ഇടയൻ്റെ ഭാര്യ ഹല്ലേലൂയ ഇടയനെ കൊണ്ട് മുല്ലക്കര പിശാചിനെ വിളിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ മുല്ലക്കര വെളിച്ചപ്പാടൻ ഹല്ലേലൂയ കാലനായി ഹല്ലേലൂയ ഈ പാവം വെണ്ടറെ സമീപിച്ചു. ഹല്ലേലൂയ. കാലിൻ്റെ മുട്ടുഭാഗത്ത് ചൂട് ആവിയെ അയച്ച് മുട്ടിലെ ഫ്ലൂയിഡ് വറ്റിച്ച് ഡ്രൈ ആക്കി. ഹല്ലേലൂയ. അപ്പം ഫ്ലൂയിഡ് പോയാൽ നടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മുട്ടുകൾ തമ്മിൽ ഒരയും. അപ്പോൾ ഡോക്ടർ പറയും കാല് മുറിക്കണമെന്ന്. അപ്പം മുട്ടിന് താഴെ ഹല്ലേലൂയ മുറിക്കേണ്ടി വന്നു. അങ്ങനെ മുറിച്ചു. ഹല്ലേലൂയ. പ്രശ്നമെന്താ പറഞ്ഞു നടക്കുന്നത്? ഷുഗർ വന്ന് കാല് മുറിച്ചതാണെന്ന്. ഹല്ലേലൂയ. ഷുഗറല്ല. ഹല്ലേലൂയ. മുല്ലക്കരയുടെ സാത്താൻ കുതന്ത്രമാണ്. തീർന്നില്ല. പരുത്തിപ്പാറ ഗ്രേസ് മിനി ഹാളിലെ ജോർജ് കൂട്ടായ്മയിൽ ആരാധന സ്തുതിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു റിട്ടയർ വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഡോക്ടർ സത്യസുവിശേഷം പ്രസംഗിക്കുന്നത് ഇടയനും മുല്ലക്കരയ്ക്കും ഇഷ്ടമില്ല. ഹല്ലേലൂയ. ജോലി ചെയ്താൽ കൂലിയില്ലാത്ത സുവിശേഷമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മുല്ലക്കരയെ കൊണ്ട് ഹല്ലേലൂയ വഴക്ക് പറയിപ്പിക്കും. ഹല്ലേലൂയ. ഡോക്ടറിനെതിരെ കുത്തുപ്രസംഗവും നടത്തും. ഹല്ലേലൂയ. ക്രമേണ ഡോക്ടർ കൂട്ടായ്മ വിട്ടു. ഡോക്ടർക്ക് അല്പ ഷുഗർ ഉണ്ട്. ഹല്ലേലൂയ. ഷുഗറില്ലാത്ത ആരുമില്ലല്ലോ. ഹല്ലേലൂയ. ഇനി ഇയാൾ സുവിശേഷം പ്രസംഗിക്കാൻ ഒരിടത്തും പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഒരാൾ പൊക്കഴിയുമ്പോൾ പലരും ചോദിക്കും എന്തിനാ പോയത്. അതിനിവർ കള്ളത്തരം പറയും. അതുകൊണ്ട് വെണ്ടർക്ക് സംഭവിച്ചതുപോലെ ഡോക്ടർക്ക് ഹല്ലേലൂയ ഇരു കാലുകളിലും ഹല്ലേലൂയ മുട്ടിൻ്റെ ഇടയിൽ തീയമ്പിനെ അയച്ച് ഹല്ലേലൂയ രണ്ടു കാലും മുറിക്കേണ്ടി വന്നു. രണ്ടു കാല് മുറിച്ചുവെങ്കിലും ഹല്ലേലൂയ കൃത്രിമ കാൽ ഉപയോഗിച്ച് പല കൂട്ടായ്മയിലും പ്രസംഗിക്കാൻ പോകും. ഹല്ലേലൂയ. വെണ്ടറും പ്രാർത്ഥന എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം എത്തും. ഹല്ലേലൂയ. ഇത് പറയുവാനുള്ള പ്രത്യേക കാരണം ഹല്ലേലൂയ ഈ മുല്ലക്കര കാലൻ 3 മാസമായിട്ട് എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടുഭാഗത്ത് തീയമ്പുകളെ അയക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിന് പ്രതിവിധി കണ്ടെത്തി തടഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് കയറ്റാൻ പറ്റുന്നില്ല. മുട്ടിൻ്റെ ഇടയിൽ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവൻ അതിനെ കയറ്റാൻ ശ്രമിക്കും. പക്ഷേ അത് നടക്കുന്നില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ തീയമ്പിനെ
ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ രണ്ടുപേരുടെയും കാര്യങ്ങളെ മുല്ലക്കര കാലൻ തന്നെ എടുത്തത്. ഹല്ലേലൂയ. സുവിശേഷകൻ റോൺസ് മാസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ കള്ളപ്രവാചകന്റെ ശുശ്രൂഷ വെറും പൈശാചിക തട്ടിപ്പാണെന്ന് കണ്ടെത്തി പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും നിന്നും ചാടിച്ച് പുറത്താക്കിയതിന് ശേഷമാണ് ഈ തട്ടിപ്പ് സംഘം രൂപീകരിച്ചത്. i2i ന്യൂസ് ചാനൽ സുനിൽ മാത്യു പറയുന്നത് കേൾക്കുക. ഇതാണ് ഞങ്ങ പറഞ്ഞ ഉടായ്പകളുടെ ഉസ്താദ്. കഞ്ചാവും കാജാപിടിയും വലിച്ച് കലിങ്കിലിരുന്ന കാവർക്കികൾ പാച്ചർമാരാകുകയും കോലാഹല കച്ചേരി നടത്തുകയും വിശ്വാസികളെ ഊഞ്ഞാലാക്കുകയും ചെയ്യുന്നത് നാം കണ്ടതാണ്. ബോധമില്ലാത്തത് കൊണ്ടും ജീവിക്കുവാൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടുമാണ് ഇവർ ഈ വഴിയിലെത്തിയതെന്ന് നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം. എന്നാൽ ഒരു അധ്യാപകൻ, അതും ഒരു ഹൈസ്കൂൾ അധ്യാപകൻ, റിട്ടയർമെന്റിന് ശേഷം ഇത്തരം ഉടായ്പുമായി ഇറങ്ങിയാലോ? എന്നാൽ ഇത് കാണുക. ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന ദേവസ്യ മുല്ലക്കര സാർ എന്ന അധ്യാപകൻ തൻ്റെ റിട്ടയർമെന്റ് ജീവിതം ആനന്ദകരവും ആഹ്ലാദകരവും ആക്കിയത് കത്തോലിക്ക സഭയുടെ വാഴകൃഷിയായ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ ഇടയ്ക്ക് തൻ്റെ ചില്ലറ ചീരകൃഷി നടത്തിക്കൊണ്ടായിരുന്നു. അധ്യാപകൻ എന്ന ലേബൽ അദ്ദേഹം നന്നായി മുതലാക്കി. സാറിൻ്റെ ചീര വളർന്ന് കത്തോലിക്ക സഭയുടെ വാഴയ്ക്ക് ഷെയ്ഡായപ്പോൾ മുല്ലക്കര സാറ് തന്നെ ചർച്ച് ഓഫ് എറ്റേണിറ്റി എന്ന ചെറുകിട വചനകൃഷി കേന്ദ്രം ആരംഭിക്കുകയും ഈ മേഖലകളിൽ പുതിയ പരീക്ഷണം നടത്തുകയും ചെയ്തു. സംഗതി ഏറ്റു. ആരുടെ കീഴെ തലവെച്ചു കൊടുക്കണമെന്ന് അന്വേഷിച്ച് പാഞ്ഞു നടന്ന മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്ന നാടായിരുന്നതിനാൽ കൃഷി ഇറക്കുവാൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഉടായ്പകൾ മുണ്ണക്കുഞ്ഞുങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങി. ഇന്ന് തട്ടിട്ടു തുള്ളി തുട്ടുണ്ടാക്കുന്ന ന്യൂജൻ മോന്റെമോന്മാരുടെ ഈ പണിയിൽ അവിടെ അപ്പനാരാണെന്ന് ചോദ്യമുയർന്നാൽ ചൂണ്ടുന്ന ആദ്യ വിരൽ ഈ വാദ്യാര് വചനകൃഷിക്കാരൻ്റെ നേരെയായിരിക്കും. വിത്ത് പാകിയവനായതുകൊണ്ട് വിളവും കൊയ്ത്തും നന്നായിരുന്നു. ലോകമെമ്പാടും ഓടി നടന്ന് വചനകൃഷി നടത്തി. നന്നായി ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ മനസ്സിന് പ്രാപ്തിയുണ്ടെങ്കിലും ശരീരമോ ബലഹീനം, അല്ലെങ്കിൽ അരക്കൈ നോക്കിയനെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ദേവസ്യ മുല്ലക്കര സാറിൻ്റെ ഒരു സാത്താൻ ചക്കനെ ഓടിക്കലാണ്. ഒന്നും രണ്ടും സാത്താനെയല്ല പാച്ചർ ഓടിച്ചത്, 1400 സാത്താനെ, അതും ഒരൊറ്റ ശരീരത്തിൽ നിന്ന്. 1400 സാത്താന്മാരെയും വഹിച്ചു നടന്ന ആ മുതലിനെ ഒന്ന് കാണുക. യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിട്ടുപോകട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട സാത്താനെ നീ ഇപ്പോൾ യേശുവിൻ. അപ്പൊ മുല്ലക്കര സാറേ പോയി. ഇപ്പോഴും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? സുഖമാണെന്ന് മാത്രം കേട്ടാൽ മതി. സ്തോത്രം. കേട്ടല്ലോ, സുഖമായിരിക്കുന്നു. രഹസ്യ അറയിൽ ഇരുന്നു കൊണ്ട് സാത്താൻ സേവകളെ കൊണ്ട് തീയമ്പുകളെ അയച്ച് എതിർപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ സുഖമാണ്. ഹല്ലേലൂയ. കൂടെയുള്ളവർ ചിന്തിക്കുന്നത് ഭയങ്കര പ്രാർത്ഥനയിലാണെന്ന് അല്ല. ഹല്ലേലൂയ. ഇയാളെ എനിക്ക് കാണാൻ കഴിയും. ഏതെല്ലാം സമയങ്ങളിൽ ഇയാൾ രംഗപ്രവേശനം ചെയ്യും, പ്രാർത്ഥനയിലല്ല. ഹല്ലേലൂയ. പിശാചിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ദൈവം വെളിപ്പെടുത്തുന്നതാണ്, വെറുതെ പറയുന്നതല്ല. വെറുതെ പറഞ്ഞാൽ സ്വർഗത്തുനിന്ന് അടിമസ്റ്റാണ്. ഹല്ലേലൂയ. വെളിച്ചപ്പാടാണ് ഇയാൾ കൂടുതലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറയുന്നത് എൽക്കോശ്യനായ നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും
തൻ്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിനവെ പട്ടണം പോലെ, ബാബേലെ പോലെ, ഹല്ലേലൂയ, ക്രൂരതയ്ക്കും അതിക്രമങ്ങൾക്കും കള്ളപ്രവാചകന്മാർ ചെയ്യുന്ന സാത്താന്യ ഹല്ലേലൂയ സകലത്തെയും ഹല്ലേലൂയ അതിന് എതിരെ മഹാശക്തിയുള്ള ദൈവം ഇത്തരക്കാരെ ശിക്ഷിക്കാതെ വെറുതെ ഹല്ലേലൂയ വിടത്തില്ല. ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ